ഒരു 2ാം ക്ലാസ്സുകാരൻ്റെ സ്കൂളിലേക്ക് വരുന്ന പാഴ്സൽ. അതിലൊരു പുസ്തകവും കത്തും, ഒരു 100 രൂപ നോട്ടും. അതിനുശേഷം ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് പിതൃസായുജ്യം എന്ന പുസ്തകത്തിൽ മോഹൻദാസ് പാറപ്പുറത്ത് വിവരിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോടൊപ്പം ടെസ്സി റോണി. ഇനി എന്നെ ആരും അന്വേഷിക്കേണ്ടതില്ല. ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഋഷികേശിലെ ശിവാനന്ദാശ്രമത്തിലാണുള്ളത്. ഒരു സന്യാസിക്ക് ലൗകിക ജീവിത ബന്ധങ്ങൾ പാടില്ല. ഭാര്യ, മക്കൾ എന്നീ ബന്ധങ്ങൾ ഇനി മുതൽ അരുതാത്തതാണ്. അതിനാൽ തന്നെ ഇനി നമ്മൾ തമ്മിൽ കാണുകയുമില്ല. കാണാൻ ശ്രമിക്കുന്നതും ശരിയല്ല. ഞാൻ നിങ്ങളോട് വിട പറയുകയാണ്. ഇനി മുതൽ എൻ്റെ പേര് സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി എന്നാണ്. അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത ഒരു 2ാം ക്ലാസ്സുകാരൻ കൈനീട്ടി വാങ്ങിച്ച ഒരു കത്ത്. എനിക്ക് സ്കൂളിലേക്ക് വരുന്നത് ഈ കത്താണ്. ഈ പാഴ്സൽ പൊട്ടിക്കാതെ തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുചെന്ന് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മയാണ് കത്ത് വായിച്ചത്. സ്വന്തം അച്ഛൻ കുടുംബജീവിതം ഉപേക്ഷിച്ച് എന്നേക്കുമായി സന്യാസം സ്വീകരിച്ചിരിക്കുന്നു എന്നറിയിക്കുന്ന കത്ത്. കത്ത് എനിക്കുള്ളതാണെങ്കിലും സന്ദേശം അമ്മയ്ക്കും കൂടിയുള്ളതാണ് എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കിയിരുന്നില്ല. കത്തിനൊപ്പം ഒരു പുസ്തകം കൂടി ഉണ്ടായിരുന്നു. പുസ്തകത്തിനുള്ളിൽ ഒരു 100 രൂപയുടെ നോട്ടും. പുസ്തകം സംസ്കൃതത്തിലുള്ളതാണ്. ശിവാനന്ദ സ്വാമികളെക്കുറിച്ച് അച്ഛൻ എഴുതിയ സ്തുതികൾ. പുസ്തകത്തിൻ്റെ അടിവശത്ത് ഗ്രന്ഥകാരൻ്റെ പേരും സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി ശിവാനന്ദാശ്രമം, ഋഷികേശ്, ഗഡ്വാൾ. ആ വാക്കുകൾ എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. എപ്പോഴെങ്കിലും അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ രൂപത്തിന് പകരം ആ വാക്കുകളാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരിക. ഈ കത്തും പുസ്തകവും കണ്ടപ്പോൾ അമ്മാവന്മാരോ അമ്മയോ ഒന്നും തന്നെ പറഞ്ഞില്ല. എറണാകുളത്ത് നിന്നും തെക്ക് താന്ത്രിക പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നായിരുന്നു സംസ്കൃത പണ്ഡിതനായിരുന്ന അച്ഛൻ കിരാലൂരിൽ എത്തിയത്. കിരാലൂരിൽ ഉണ്ണിത്താൻ മാഷ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ശങ്കരൻ പോറ്റി എന്നായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ പേരാമംഗലത്തെ കണ്ടൻചാതമനയിൽ കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കാൻ വന്ന അദ്ദേഹം പിന്നീട് കിരാലൂരിലെ മാടമ്പ് മനയിലും കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കാനെത്തി. പിൽക്കാലത്ത് സാഹിത്യകാരനായി തീർന്ന മാടമ്പ് കുഞ്ഞുകുട്ടനെയും സംസ്കൃതം പഠിപ്പിച്ചു. പിന്നീട് എൻ്റെ അമ്മയെയും അമ്മയുടെ അനുജത്തിയെയും സംസ്കൃതം പഠിപ്പിക്കാൻ വന്നു. അദ്ദേഹം അങ്ങനെ ഒരു കിരാലൂർക്കാരനായി മാറി. അക്കാലത്ത് മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ അച്ഛനായ മാടമ്പ് ശങ്കരൻ നമ്പൂതിരി മുൻകൈയെടുത്താണ് അച്ഛനും അമ്മയും തമ്മിലുള്ള പരിണയമുണ്ടായത്. എനിക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്നെയും അമ്മയെയും അച്ഛൻ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയതായി ഓർമ്മയുണ്ട്. അവിടെ ഒരു ചെറിയ വീട്ടിലായിരുന്നു ഞങ്ങളുടെ ജീവിതം. തെരുവിൽ നിന്ന് അപ്പം അപ്പം എന്ന് വിളിക്കുന്നത് കേട്ടായിരുന്നു അവിടുത്തെ ഓരോ പ്രഭാതവും തുടങ്ങുക. രാവിലെ റോഡിലൂടെ നടന്ന് സ്ത്രീകൾ വീടുതോറും അപ്പം വിൽക്കുന്ന കാഴ്ച എനിക്ക് കൗതുകകരമായിരുന്നു. കാരണം അത് കിരാലൂരിൽ കാണാൻ സാധിക്കില്ലല്ലോ. അവരിൽ നിന്ന് മധുരമുള്ള അപ്പം വാങ്ങി കഴിക്കാറുണ്ടായിരുന്നു. എന്നാൽ അച്ഛനെക്കുറിച്ചുള്ള കുട്ടിക്കാലത്തെ ഓർമ്മ വളരെ ശുഷ്കമാണ്. പിതൃവാത്സല്യത്തിൻ്റെ മധുരമായ ഓർമ്മകൾ ഒന്നും തന്നെ ഓർത്തെടുക്കാനാവുന്നില്ല. സ്നേഹപൂർവ്വം തലോടുന്നതോ മടിയിലിരുത്തുന്നതോ ഓർമ്മയിലില്ല. ഒരു മിഠായി വാങ്ങിത്തന്ന അനുഭവം പോലുമില്ല. വളരെ ഗാംഭീര്യമുള്ള, അല്പം മാത്രം സംസാരിക്കുന്ന അജാനബാഹുവായ ഒരു രൂപമാണ് ഓർമ്മയിലുണ്ടായിരുന്നത്. അച്ഛൻ എപ്പോഴും ചിന്താമഗ്നനായിരിക്കും. അന്ന് കോഴിക്കോടുള്ള KR ബ്രദേഴ്സ് എന്ന പബ്ലിഷിംഗ് സ്ഥാപനത്തിൽ പ്രസിദ്ധീകരണത്തിൻ്റെ ചുമതലയിലായിരുന്നു അച്ഛൻ. അതുകൂടാതെ ഒരു സായാഹ്ന പത്രത്തിലെ എഡിറ്ററും കൂടിയായിരുന്നു. അതിനു മുന്നേ അച്ഛൻ ജന്മനാട്ടിലും പത്രത്തിൽ എഡിറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് അത് കാര്യങ്ങളായും ഒന്നും തന്നെ മനസ്സിലായില്ലായിരുന്നു. അച്ഛൻ ഋഷികേശിലേക്ക് പോയി എന്ന് മാത്രം പറയുന്നത് കേട്ടു. ഭിക്ഷ യാചിച്ച് ജീവിക്കുന്ന ഒരാൾ എന്നായിരുന്നു അന്ന് എൻ്റെ ഓർമ്മയിലുള്ള സന്യാസിമാർ ഉണ്ടായിരുന്നത്. അച്ഛൻ സന്യാസിയായി എന്ന വാർത്ത പിന്നീട് എന്നെ കൂടുതൽ അലട്ടാൻ തുടങ്ങി. അധികം സംസാരിക്കാത്ത അച്ഛൻ ദൂരെ ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്വാരങ്ങളിൽ കാവ്യവസ്ത്രം ധരിച്ച് ഭക്ഷണം യാചിച്ച് നടക്കുന്ന ദൃശ്യം ചിലപ്പോൾ മനസ്സിൽ തെളിഞ്ഞു വരും.
ഏതെങ്കിലും സന്യാസിയെ കണ്ടാൽ മനസ്സ് പെട്ടെന്ന് കത്തിയാളും. കാരണം അത് അച്ഛനാകുമോ എന്ന് തോന്നും. അച്ഛനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ സന്യാസിയായിപ്പോയി എന്ന് പറയാനും വിഷമം. അന്ന് സന്യാസിയുടെ മഹത്വമൊന്നും ആർക്കും അറിയില്ല. ജീവിത സാഹചര്യങ്ങൾ മൂലം ഭിക്ഷയെടുത്ത് ജീവിക്കുന്നവരായാണ് സന്യാസിമാരെ കണ്ടിരുന്നത്. എനിക്കാണെങ്കിൽ അച്ഛൻ്റെ പാണ്ഡിത്യം, പ്രഭാശേഷി എന്നിവയൊന്നും മനസ്സിലാക്കാനുള്ള പ്രായവുമില്ലായിരുന്നു. അക്കാലത്ത് കേരളത്തിൽ നിന്ന് ഹിമാലയ താഴ്വരയിലെ ഋഷികേശിലേക്ക് പോകുക എന്നത് എളുപ്പമല്ല. അതിനാൽ തന്നെ അച്ഛനെ അന്വേഷിച്ചു പോകാനും പറ്റില്ല. അച്ഛൻ സന്യാസിയായതിനാൽ മേലിൽ എന്നെ അന്വേഷിക്കണ്ട എന്ന് പറയുകയും കൂടി ചെയ്തിട്ടുണ്ടല്ലോ. ഋഷികേശിൽ അനവധി ആശ്രമങ്ങളുണ്ട്. അവയിൽ ഏറ്റവും വലുതാണ് ശിവാനന്ദാശ്രമം. ഋഷികേശിൽ ബോട്ടിറങ്ങിയപ്പോൾ മുന്നിൽ കണ്ടയാളോട് വെറുതെ ചോദിച്ചു, ശിവാനന്ദ ആശ്രമം എവിടെയാണ്? ഇതാ ഈ കാണുന്നതാണ്. സത്യത്തിൽ അതിനു മുന്നിൽ തന്നെയാണ് ഞാൻ നിന്നിരുന്നത്. പണ്ടെങ്ങോ വിസ്മൃതിയിൽ ആണ്ടുപോയ അച്ഛൻ ജീവിച്ചിരുന്ന ഇടം. സന്യാസിമാർ ഒരിടത്ത് സ്ഥിരതാമസമില്ലല്ലോ. എന്തായാലും അച്ഛൻ പറഞ്ഞ ആശ്രമത്തിൽ പോയിരുന്നു എന്ന് അമ്മയോട് പറയാമല്ലോ. അന്വേഷണ കൗണ്ടറിൽ ചോദിച്ചപ്പോൾ ആഗമനോദ്ദേശം തിരക്കി. സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി താങ്കൾക്ക് കാണണോ? എൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ആ സന്യാസി ഒരു മുറി ചൂണ്ടിക്കാണിച്ചു. ഞാനൊരു കൊച്ചുകുട്ടിയായി മാറി. മുന്നിലുള്ള കുടീരത്തിൻ്റെ വാതിലിലൂടെ നോക്കുമ്പോൾ മുറിയിൽ ഒരു സ്വാമിജി ചാരു കസേരയിൽ ഇരുന്ന് പുസ്തകം വായിക്കുന്നു. മുറി നിറയെ പുസ്തകങ്ങൾ. കറുത്ത കണ്ണടയും കാഷായ വേഷവും, തലമുണ്ടനം ചെയ്തിരിക്കുന്നു. ശരീരത്തിന് നല്ല ഗോതമ്പിൻ്റെ നിറം. ഏയ്, അതെൻ്റെ അച്ഛനായിരിക്കില്ല. ഒരേ പേരിൽ എത്രയോ സന്യാസിമാരുണ്ട്. എങ്കിലും ഞാനൊന്ന് ചുമച്ചു നോക്കി. സ്വാമിജി തലയുയർത്തിയിട്ട് എന്നെ നോക്കി. യെസ് യെസ്, വാട്ട് യു വാണ്ട്? എനിക്കതിന് കൃത്യമായ മറുപടി അറിയില്ലായിരുന്നു. ഞാൻ ഋഷികേശിലേക്ക് വന്നത് അച്ഛനെ തേടിയല്ല. അറിയാത്ത ഒരാളോട് താങ്കൾ എൻ്റെ അച്ഛനാണോ എന്ന് ചോദിക്കാനാവില്ല, അതും ഒരു സന്യാസിയോട്. പിന്നെ എന്നെ അന്വേഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഇംഗ്ലീഷും വശമില്ല എനിക്ക്. അറിയുന്ന ഇംഗ്ലീഷിൽ പറഞ്ഞു, ഞാൻ ഡൽഹിയിൽ നിന്ന് ഋഷികേശിലേക്ക് ഇവിടെ സന്ദർശിക്കാൻ വന്നതാണ്. അപ്പോൾ ശിവാനന്ദാശ്രമം കാണാൻ വന്നു. അതെ, നിങ്ങൾ ആശ്രമത്തിൽ എന്തിനു വന്നു എന്നാണ് ചോദ്യം. നിങ്ങളിപ്പോൾ എന്നെ കാണാനാണ് വന്നിട്ടുള്ളത്. ആധ്യാത്മികമായ എന്തെങ്കിലും സംശയം തീർക്കാനുണ്ടോ? താങ്കൾ ശിവാനന്ദ സ്വാമികളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? മുന്നേ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? ചോദ്യങ്ങൾ കൂടിക്കൂടി വന്നു. 10 മിനിറ്റോളം തുടർന്ന ചോദ്യം ചെയ്യലിന് ഉത്തരമില്ലാതെ, ഭാഷയില്ലാതെ ഞാൻ അവിടെ വാതിലിന് പുറത്തു നിന്നു. ഒടുവിൽ, നിങ്ങൾ ഏത് സംസ്ഥാനക്കാരനാണ് എന്നതിന് കേരളം എന്ന് മറുപടി പറഞ്ഞു. വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ എങ്ങനെ ജ്ഞാനാനന്ദ ആശ്രമത്തെക്കുറിച്ചറിഞ്ഞു എന്ന ചോദ്യത്തിന് പോലും എനിക്ക് മറുപടി പറയാൻ പേടിയായിരുന്നു. എങ്കിലും ചോദ്യം ആവർത്തിച്ചു. പണ്ട് എനിക്കൊരു പുസ്തകം കിട്ടി, അതിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പുസ്തകം എവിടെ നിന്ന് കിട്ടി എന്നായി. എവിടെ നിന്നോ കിട്ടി എന്നുത്തരം പറഞ്ഞു. എൻ്റെ അച്ഛൻ അയച്ചു തന്നു എന്ന് പറയാൻ എനിക്കായില്ല. വീണ്ടും ജില്ല ചോദിച്ചപ്പോൾ തൃശ്ശൂർ എന്ന് പറഞ്ഞു. അവിടെ ഒരു മാടമ്പ മനയില്ലേ? അതെൻ്റെ വീടിനടുത്താണ്. മാടമ്പ മനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതെൻ്റെ അച്ഛനായ സ്വാമി തന്നെയാണ് എന്നെൻ്റെ മനസ്സിൽ ഒരു വെള്ളിടി വെട്ടി. എൻ്റെ ധൈര്യം മുഴുവൻ ചോർന്നു പോയി. ഞാൻ ടെൻഷനായി. എൻ്റെ ബസ് പോകും, ഞാൻ പറഞ്ഞു. എൻ്റെ ആഗ്രഹം സഫലമായി. ഇനി എനിക്ക് പോകണം. എന്തായിരുന്നു ആഗ്രഹം എന്നായി സ്വാമിജി. ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, കുട്ടിക്കാലത്ത് എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ അച്ഛൻ ഹിമാലയത്തിലേക്കാണ് വന്നത്. പിന്നെ ശിവാനന്ദാശ്രമത്തിൽ ചേർന്നു. അദ്ദേഹം എവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കാണണം. അപ്പോൾ ചോദിച്ചു, വാട്ട്സ് യുവർ മദേഴ്സ് നെയിം? വാട്ട് അബൌട്ട് യുവർ ബ്രദർ? ഞാൻ അറിയാവുന്ന ഇംഗ്ലീഷിൽ എല്ലാ വിവരങ്ങളും വിക്കി പറഞ്ഞു. എൻ്റെ ബസ് പോകും, ഞാൻ ഓർമ്മിപ്പിച്ചു. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യം അലിഞ്ഞില്ലാത്താകുന്നത് പോലെ തോന്നി. ഖം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തോളിൽ പിടിച്ച്
കുടീരത്തിന്റെ പടികൾ ഇറങ്ങി താഴേക്ക് കൊണ്ടുപോയി. പിന്നെ ഉറക്കെ പച്ച മലയാളത്തിൽ പറഞ്ഞു, 25 വർഷങ്ങൾക്ക് മുന്നെയാണല്ലോ ഉറങ്ങുന്ന ഭാര്യയെയും കുഞ്ഞിനെയും വിട്ട് ഗൗതമ ബുദ്ധൻ സത്യം അന്വേഷിച്ചിറങ്ങിയത്. പിന്നെ തൊണ്ടയിടറി. നോബഡി ക്യാൻ റൺ അവേ ഫ്രം ദ മിസറീസ് ഓഫ് പാസ്റ്റ്. അദ്ദേഹം കരയാൻ തുടങ്ങി. അല്പം സമചിത്തത വരുത്തിയത് ശേഷം പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെയാണ്. എൻ്റെ ജീവിതം പുസ്തകങ്ങൾക്കിടയിലാണ്. നീ വന്നു കയറിയ ഉടനെ തന്നെ എന്നെ കാണാൻ വന്ന യുവാവ് എൻ്റെ മകനായിരിക്കുമോ എന്ന് ഞാൻ സംശയിച്ചു. കണ്ണിലെ ഗംഗാപ്രവാഹം എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാനും കരഞ്ഞു. എൻ്റെ ബസ് പോകും. ഉടനെ പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് വിലാസം എഴുതി തന്നിട്ട് പറഞ്ഞു, ഡൽഹിയിൽ എത്തിയാലുടൻ അറിയിക്കണം. ഞാനും കരഞ്ഞു. നിസ്സഹായരായ ഒരച്ഛനും മകനും ഇറങ്ങി നടന്നു. ഇടയ്ക്കെപ്പോഴോ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛൻ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. സ്വാമിജിക്ക് ഞാൻ പൂർവാശ്രമത്തിലെ മകനാണ്. പക്ഷേ എനിക്ക് പൂർവവും പരവുമായി രണ്ടവസ്ഥകളില്ല. അച്ഛൻ ഒന്ന് തന്നെ. കൃത്യം 3-ാം ദിവസം എനിക്ക് അദ്ദേഹത്തിൻ്റെ കത്ത് വന്നു. മൈ ഡിയർ സൺ എന്ന അഭിസംബോധനയോടെ ജീവിതത്തിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടത് എനിക്കിപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു. രഘുവരന്റെ നിർദ്ദേശപ്രകാരം വീണ്ടും പോകാൻ ഒരുങ്ങിയപ്പോൾ ഒരു ഉൾഭീതി. എല്ലാ ഭൗതിക സുഖങ്ങളും ത്യജിച്ച് അഗ്നിയുടെ പ്രതീകമായി കാവ്യവസ്ത്രം ധരിച്ച് സാത്വികനായി ജീവിക്കുന്ന ഭിക്ഷാം ദേഹിയുടെ അടുത്തേക്കുള്ള ബോധപൂർവമായ ഈ യാത്ര, എന്നോ മുറിക്കപ്പെട്ട ഒരു ബന്ധത്തിന്റെ രണ്ടറ്റവും കൂട്ടിയിണക്കാനല്ലേ ഈ യാത്ര? ഞാൻ സംശയിച്ചു. ഞങ്ങൾ ചെല്ലുന്ന കാര്യം നേരത്തെ അറിയിച്ചിരുന്നു. ഗംഗാ കുടീരത്തിലെ 3-ാം നിലയിലായിരുന്നു മുറി. ഹിമാലയത്തിൽ നിന്നടിക്കുന്ന മന്ദമാരുതന്റെ തണുപ്പിനെ കട്ടി കൂടിക്കൊണ്ടിരുന്നു. വലിയ കിടക്കയും തലയിണയും കമ്പിളിയും എല്ലാം കിട്ടി. യാത്രാക്ഷീണം കാരണം വേഗം കിടന്നു. പിറ്റേന്നാൾ രാവിലെ മെതിയടിയിൽ ഒരാൾ നടക്കുന്ന ശബ്ദം. അടുത്ത നിമിഷത്തിൽ വടികൊണ്ട് വാതിലിൽ തട്ടി വിളിച്ചു. അച്ഛൻ്റെ ശബ്ദം. ഞാൻ ഓടിച്ചെന്ന് വാതിൽ തുറന്നു. എന്താണ് ഇത്ര വൈകിട്ടും എഴുന്നേൽക്കാത്തത്? കാപ്പി കുടിക്കാനുള്ള സമയമായല്ലോ. 7 മണിക്ക് കാപ്പി കൊടുക്കും. വൈകിയാൽ പിന്നെ കിട്ടില്ല. കാപ്പി കുടിക്കാനിരിക്കുമ്പോൾ ശിവനാമം ചൊല്ലിക്കൊണ്ട് ചായ തരുന്ന ചെറുപ്പക്കാരനായ സ്വാമിജി ചോദിച്ചു, ജ്ഞാനാനന്ദജിയുടെ പുത്രനാണല്ലേ? അതെ, ഞാൻ ഭവ്യതയോടെ പറഞ്ഞു. എത്ര ദിവസമുണ്ടാകും? നാളെ പോകണം, ലീവില്ല. ചായ കുടിച്ചിറങ്ങുമ്പോൾ മുറിക്കുള്ളിൽ അച്ഛൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്നാൾ രാവിലെയും അച്ഛൻ വിളിച്ചുണർത്തി. ചായ കുടിക്കണം, കുളിക്കണം എന്നിങ്ങനെ മുറതെറ്റാതെയുള്ള നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. തിരിച്ചു പോകുമ്പോൾ, ഇത് കയ്യിലിരിക്കട്ടെ, യാത്രാക്കൂലിയാണെന്ന് കരുതിക്കോളൂ, ഇടയ്ക്കിടയ്ക്ക് വരണം, ഇവിടെ നിന്നോളൂ എന്ന് പറയാൻ അച്ഛനാകില്ലല്ലോ. പിന്നീടൊരിക്കൽ അച്ഛൻ ഞങ്ങളുടെ നാടായ കിരാലൂരിലേക്ക് വരാമെന്ന് പറഞ്ഞു. വീടിനടുത്തുള്ള കനാൽ ബണ്ടിലെത്തിയപ്പോൾ കാർ ഹോൺ മുഴക്കി നിർത്തി. ഞാൻ ഡോർ തുറന്ന് ചുറ്റും നോക്കി. നാടിനൊരു മാറ്റവും വന്നിട്ടില്ല. അതേ ആകാശം, അതേ പ്രകൃതി. പക്ഷേ എനിക്ക് പുറകെ കാറിൽ നിന്നിറങ്ങിയത് പഴയ ഉണ്ണിത്താൻ മാഷല്ല. കാവിമുണ്ടും ജുബ്ബയും ധരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി. നാട്ടുകാർ തടിച്ചുകൂടി. പടിപ്പുരയുടെ മുന്നിലുള്ള ചെങ്കൽ തൂണിൽ ചാരിക്കൊണ്ട് നിന്ന തൻ്റെ സങ്കല്പത്തിലുള്ള അച്ഛനെ കാണാൻ കാത്തു നിന്നിരുന്ന അനുജൻ ഓടി വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചപ്പോൾ അച്ഛൻ മകനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പിന്നീട് മാടമ്പുമനയും ജന്മനാടും സന്ദർശിച്ച് തിരിച്ചുപോയി. അതിനുശേഷം എത്ര പ്രാവശ്യം അച്ഛനെ കാണാൻ പോയി. വിവാഹശേഷം ഭാര്യയുമൊത്ത് അമ്മയോടുകൂടെ. ജ്ഞാനാനന്ദ സ്വാമിയുടെ പൂർവാശ്രമം എന്നാണ് അവർ അമ്മയെ പരിചയപ്പെടുത്തിയത്. പിറ്റേന്നു കാലത്ത് 25 വർഷങ്ങൾക്ക് ശേഷം ഒരു കൂവളമരത്തിന്റെ കീഴിൽ അവരുടെ സമാഗമം. എന്തെല്ലാം അവർ പറഞ്ഞുവോ കണ്ണീർ പൊടിച്ചുവോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നീട് അച്ഛൻ സുഖമില്ലാതെ കിടപ്പിലാണെന്നറിഞ്ഞപ്പോൾ ഞാൻ പോയി കണ്ടു. 1988 ജനുവരി 29 ഒരു ടെലിഗ്രാം വന്നു. ഫാദർ പാസ്ഡ് അവേ.
തിരിച്ചു വിളിച്ചപ്പോൾ ഇപ്പോൾ വരേണ്ടതില്ല, 10-ാം നാൾ വന്നാൽ മതി എന്നറിയിച്ചു. അതുപ്രകാരം അവിടെ എത്തിയപ്പോൾ 400 പേർക്ക് അന്നദാനം. സ്വാമിമാരാണ് വിളമ്പുന്നത്. പിന്നെ അവർ എന്നോട് വിളമ്പാൻ പറഞ്ഞു. എത്ര നിർബന്ധിച്ചിട്ടും അവർ പണമൊന്നും വാങ്ങിയില്ല. അച്ഛനു വേണ്ടി എനിക്കൊന്നും ചെയ്യാനാകാതെ ആ ദേവഭൂമിയോട് ഞാൻ വിട പറഞ്ഞു. 5000-ത്തിലധികം സംസ്കൃത ശ്ലോകങ്ങൾ ലോകത്തിനു സമ്മാനിച്ച മഹാപണ്ഡിതന്റെ മകനായി ജനിച്ചിട്ടും അച്ഛൻ സന്യാസിയാണെന്ന് പറയാൻ മടിച്ച മകനെ കാലം കൊണ്ടെഴുതിച്ച പിതൃസായൂജ്യം. UNA-യുടെ ബ്യൂറോ ചീഫായിരുന്ന ജേർണലിസ്റ്റ് മോഹൻദാസ് പാറപ്പുറത്തിൻ്റെതാണ് കാച്ചിക്കുറുക്കിയ വാക്കുകൾ.